സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ നബി തങ്ങൾ ആ സഹാബിയോട് ചോദിക്കുന്നു, യാ ഫുലാൻ, ആ ചങ്ങാതിയോട് ചോദിച്ചു, നിങ്ങൾക്ക് സുഖമാണോ? അപ്പൊ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, എനിക്ക് സുഖമാണ് നബി, അൽഹംദുലില്ലാഹ്. അത് കേട്ട ഉടനെ നബി തങ്ങൾ പറഞ്ഞു, നിനക്കല്ല ബറക്കത്ത് ചെയ്യട്ടെ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ രണ്ടാമതും പുറകിലൊരു സഹാബി വന്നു. അദ്ദേഹത്തോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ എന്ന്. അപ്പൊ ആ സഹാബി പറഞ്ഞു, എനിക്ക് സുഖമാണ് നബിയെ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല, ദുആ ചെയ്തില്ല. അപ്പൊ അനുചരൻ ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ? അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോടും ചോദിച്ചത്. അദ്ദേഹത്തിന് ദുആ ഉണ്ട്, എനിക്ക് ദുആ ഇല്ലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ സുഖമാണോ? ഇനി പറ സുഖമാണോ? ഷെയ്ഖുനെ എപ്പോഴും പറയുന്ന ഒരു വാക്കാ, ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാ പറയും ഉസ്താദ്. ഉസ്താദിന്റെ ഏതൊരു കാര്യം നോക്കിയാൽ ഒരുപാട് അത് സാധാരണ അൽഹംദുലില്ലാ അല്ല, ഒരു വല്ലാത്ത രീതിയിൽ മനസ്സിനൊരു കുളിർമ ഉണ്ടാകുന്ന രീതിയിൽ ഉസ്താദ് അൽഹംദുലില്ലാ പറയും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ഇൽമ പഠിച്ചില്ലേ, ഇനി മുതൽ ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. അതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാം അതിനകത്തുണ്ട്. അൽഹംദുലില്ലാ, ദുഃഖമാണോ സന്തോഷം ഒന്നും പറയണ്ട, അൽഹംദുലില്ലാ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അതൊരു വലിയൊരു ഭാഗ്യം. ആ പറയൽ കൊണ്ട് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവസാനം വരെ ഇരിക്കൂലേ? അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, അൽഹംദുലില്ലാ ഒന്ന് എഴുന്നേക്കല്ല. ഒരുപാട് നേരമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട്. സ്റ്റേജിലുള്ളവർ എഴുന്നേക്കണ്ടപ്പോ